പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDLC അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ എളിയവന് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ യഥാർത്ഥമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഇളയവന് നൽകിയതുകൊണ്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വിഷയം തന്നെ അതിൻ്റെ 7ാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് അടിയൻ താല്പര്യപ്പെടുന്നത്. ദൈവം ആർ എന്ന വിഷയത്തിൽ അന്തർലീനമായി കിടക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞു. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും വിശുദ്ധിയിൽ പൂർണ്ണനും ആത്മാവും അദൃശ്യനും അനാദ്യനും പുത്രപരിശുദ്ധാത്മപൂർണനും ആണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അവനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആഴക്കടൽ പോലെ അഗാധമായിട്ടുള്ള ഒരവസ്ഥയാണ് ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇന്നും ചില കാര്യങ്ങൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രവിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ നാഥൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ്റെ വരവെങ്കിൽ നമ്മിൽ ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം അവൻ്റെ സന്നിധിയിൽ അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിൽക്കുവാനുള്ളതായ ഭാഗ്യം നമുക്കുണ്ടാകണം. അതിനായിട്ട് നാം വളരെയധികം ശ്രദ്ധയോടും ബുദ്ധിയോടും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം നയിക്കണം. പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ശത്രുവാകുന്നവൻ സകല വ്യക്തി ജീവിതങ്ങളെയും ആത്മീയ മണ്ഡലത്തിൽ വളരെയധികം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതാണ് സത്യം, ഏതാണ് സത്യമല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു സകല ഇടങ്ങളിലും വിവിധ നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രമെന്നാൽ സത്യദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ നാം അറിയണം. ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതായ വസ്തുത നാം മനസ്സിലാക്കണം. ദൈവത്തെ സംബന്ധിച്ച് തന്നെ പല നിലകളിൽ സ്തോത്രം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയുവാനും സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യതയിൽ ദൈവം ചിന്തിച്ച കാര്യങ്ങൾ കാലത്തിൽ വെളിപ്പെട്ടു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. നിത്യതയ്ക്കുമിടയിലുള്ളതായ ഒരു ബ്രാക്കറ്റ് പീരീഡാണ് കാലം അല്ലെങ്കിൽ യുഗങ്ങൾ
എന്ന് പറയുന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നിത്യതയിൽ കർത്താവ് ചിന്തിച്ചതായ കാര്യങ്ങൾ ഈ ബ്രാക്കറ്റ് പീരീഡാകുന്ന കാലത്തിൽ അല്ലെങ്കിൽ യുഗത്തിൽ അത് വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. നിത്യതയിൽ ആത്മാവും അദൃശ്യനുമായ ഏകദൈവം തൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ പദ്ധതിയിട്ട ചിന്തിച്ച കാര്യങ്ങളും സകല കാര്യങ്ങളും കാലത്തിൽ അല്ലെങ്കിൽ ഈ യുഗത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതേ സംബന്ധിച്ച് നമ്മുടെ ദൈവം ആർ എന്ന ചോദ്യത്തിന് മറുപടിയായി നമുക്ക് ചില വേദഭാഗങ്ങൾ ചിന്തിക്കാമെന്നാണ് ഇന്ന് വൈകിയ സമയത്ത് ചിന്തിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് ഈ ലേഖനത്തിലൂടെ എഴുതി അറിയിക്കുന്ന ഒരു പ്രത്യേക വിഷയഭാഗമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നു. പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ കടന്നു വരികയും പലരും ആത്മീയ നിലയിൽ പരാജിതരായി തീരുകയും ചെയ്തപ്പോൾ അവരെ ആത്മീയ നിലവാരത്തിൽ നിലനിർത്തുവാനും ആത്മവിശ്വാസത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടിയും ശത്രുവിൻ്റെ പിടിയിൽ നിന്നും അവരെ യഥാർത്ഥമായ സത്യമാർഗത്തിലേക്ക് തിരിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു പ്രയത്നമാണ് കർത്താവിൻ്റെ ദാസൻ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദൈവത്തെക്കുറിച്ച് താൻ പറഞ്ഞിരിക്കുന്നു, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത് എന്ന് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്. ലോക സൃഷ്ടിക്ക് മുമ്പേ എൻ്റെയും നിങ്ങളുടെയും തേജസ്സിന് വേണ്ടിയാണ് കർത്താവ് മുൻ നിയമിച്ചതും അത് ലോകത്തിനോ മറ്റുള്ളവർക്കോ കാണുവാൻ കഴിയാത്ത വിധത്തിൽ മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ അഗാധമായ ജ്ഞാനമാണ് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മർമ്മമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മർമ്മത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറയുന്നത് ഇങ്ങനെയാണ്: അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ ക്രൂശിതനായത് യഥാർത്ഥത്തിൽ തേജസ്സിൻ്റെ യഹോവയാണ് അല്ലെങ്കിൽ കർത്താവാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എങ്കിലും സ്വതന്ത്രം ക്രൂശിൽ മരിച്ചത് ഒരിക്കലും യഹോവയല്ല, ദൈവമല്ല. അത് അവൻ വെളിപ്പെട്ടു വന്ന ആ ശരീരമാണ്, അഥവാ മനുഷ്യത്വമാണ് മരണപ്പെടുവാനിടയായി തീർന്നത് എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ജഡത്തിൽ വെളിപ്പെട്ടു വന്നത് സ്തോത്രം തേജസ്സിൻ്റെ കർത്താവാണ് എന്നുള്ളതായ വിഷയം ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അപ്പോൾ നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ് തേജസ്സിൻ്റെ കർത്താവാണ് എന്ന് വളരെ വ്യക്തമാണ്. സർവശക്തനായ ദൈവം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫെസ്യ ലേഖനത്തിലെ അതിൻ്റെ 3-ാം അധ്യായം 8-9 വാക്യഭാഗത്തിൽ കർത്താവിൻ്റെ ദാസൻ പറയുന്നതായ മറ്റൊരു കാര്യം: സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനും
ഈ കൃപ നൽകിയിരിക്കുന്നു എന്ന് അവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദാസന് കർത്താവിൽ നിന്ന് ലഭിച്ചതായ കൃപ സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ് താനെന്ന് തന്നെക്കുറിച്ച് താൻ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ സ്തോത്രം മറ്റുള്ളവരിൽ നിന്നും ഒട്ടും ചെറിയവനായിരുന്നില്ല വിശുദ്ധ പൗലോസ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എങ്കിലും കർത്താവിൻ്റെ ദാസൻ തന്നെ എളിമപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എളിയവരെയാണല്ലോ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്, സകല വിശുദ്ധന്മാരും ഏറ്റവും ചെറിയവനാണ് ഞാൻ. എന്നാൽ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും അത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആ മർമ്മം അതൊരു അപ്രമേയ ധനമെന്നാണ് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അത് സകല വ്യക്തികൾക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ എല്ലാവരുടെയും മുൻപിൽ അത് പ്രകാശിപ്പിക്കാൻ കർത്താവ് തനിക്ക് കൃപ നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനാണ് കർത്താവ്. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവൻ ലോകത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു സ്തോത്രം നിയമനം ഉണ്ടാകുവാനിടയായി തീർന്നു. അഥവാ ദൈവം തൻ്റെ ഹൃദയത്തിൽ തൻ്റെ വെളിപ്പാടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. അത് കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുന്നത്, സ്തോത്രം, അവൻ മുഖാന്തിരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്ത്യകാലത്ത് സകല ജാതികൾക്കും വേണ്ടി വെളിപ്പെട്ടു വന്നവനാണ് കർത്താവ്. അവനിൽ വിശ്വസിക്കുന്ന, അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ കടന്നു വരുവാൻ ഇടയായി തീർന്നത് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുകയാണ്. ദൈവം അനന്യനായിരിക്കുന്നത് പോലെ അവൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല എന്നാണ് തിരുവചനം പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല, അവൻ്റെ വാക്കുകൾക്കും ഒരിക്കലും മാറ്റമില്ല. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവൻ്റെ വചനമാണ് ജഡമായി തീർന്നത്. അവൻ്റെ വചനത്തിന് സ്വതന്ത്രം യാതൊരു മാറ്റവും വരികയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതുമെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന് പറയുമ്പോൾ ഇത് സകലതും ഒന്നായിരുന്നു ഒരിക്കൽ, വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുവാനിടയായി തീർന്നത് എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്ന ലൂസിഫറിൻ്റെ വീഴ്ചയും പിന്നീടുള്ള മനുഷ്യൻ്റെ വീഴ്ചയും എല്ലാം അവൻ അറിഞ്ഞിരുന്നു എന്ന്
നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവം സർവജ്ഞാനിയാണല്ലോ. അവൻ്റെ അഗാധ ജ്ഞാനത്താൽ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സകല കാര്യങ്ങളും അവൻ അറിഞ്ഞിരുന്നു. സകലതും അവൻ മുഖാന്തരമാണ് ഉളവായത്. സ്തോത്രം. അവൻ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ദൈവവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ മുൻ നിർണയമായിരുന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോൾ ലൂസിഫറിൻ്റെ വീഴ്ചയും പിന്നീട് മനുഷ്യൻ്റെ വീഴ്ചയും എല്ലാം അവൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ അവൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. അതിനെയെല്ലാം അതിജീവിക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നും കാണുവാൻ കഴിയുന്നു. ഈ പ്ലാൻ അനുസരിച്ച് താൻ ജഡത്തിൽ വെളിപ്പെട്ടു. മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മഹത്വീകരണം എന്നീ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവിൻ്റെ മുൻ നിർണയമായിരുന്നു സകലതും. അവൻ്റെ പ്ലാൻ അനുസരിച്ചാണ്, അവൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്, അവൻ്റെ ചിന്തയനുസരിച്ചാണ് സകല കാര്യങ്ങളും നടക്കുവാനിടയായിത്തീർന്നത്. അവൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടും മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മുക്തീകരണം എന്നീ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവൻ്റെ മുൻ നിർണയത്തിലുണ്ടായിരുന്നതാണ്. അതുപോലെ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് ദൈവത്തിൻ്റെ വൻ പദ്ധതിയായിരുന്നു എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടികളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നതായിരുന്നു കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യനെ മാത്രമല്ല, സകല സൃഷ്ടികളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നുള്ളതാണ്. സ്തോത്രം. അധികം കാലതാമസമില്ലാതെ തന്നെ കർത്താവിൻ്റെ പ്ലാൻ അനുസരിച്ച് സകലതും സ്തോത്രം ഒന്നുചേരുന്ന ഒരനുഭവം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അധികം താമസിയാതെ തന്നെ താൻ തൻ്റെ വിശുദ്ധന്മാരെ അഥവാ സഭയെ, തൻ്റെ മണവാട്ടിയെ തന്നോടുകൂടെ ചേർക്കുകയും പിന്നീട് ചില കാലങ്ങളിൽ അല്പകാലത്തെ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച, അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച, പിന്നീട് ഭൂമിയെ നവീകരിച്ച് സകലതും നിത്യതയിൽ അഥവാ പുതുവാനഭൂമി സൃഷ്ടിക്കുകയും അതിൽ സകലതും ഒന്നായി ചേരുകയും ചെയ്യുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടികളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നതായിരുന്നു കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം തൻ്റെ ജ്ഞാനത്തിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. തൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ പൂർത്തീകരിക്കുവാൻ യുഗങ്ങളുടെ താമസമുണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു, പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. വചനം എന്ന് പറയുന്നത് വചിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത്, ഉച്ഛസിച്ചത് എന്നൊക്കെയാണ് അതിനെ അർത്ഥമായി പഠിക്കുവാൻ കഴിയുന്നത്. അപ്പം ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ദൈവത്തിൽ ഉണ്ടായിരുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതായ ആ ആശയമാണ്, അത്
ജഡമായി തീരുവാനിടയായി തീർന്നതും ആ ജഡം അഥവാ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, എന്നാൽ അവൻ ദൈവമായിരുന്നു എന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്നത് ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടുള്ളതല്ല എന്നും വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. സകല സൃഷ്ടിയും യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടതായി വരും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് കാണുവാൻ കഴിയും. ലോകത്തിൽ ആത്മീയ ജീവിതത്തിൽ പരാജിതരായി തീർന്നാൽ ഒരിക്കലും ഈ പദവി ലഭിക്കുകയില്ല. ആത്മീയ ജീവിതം വിജയകരമായി നയിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ദൈവം അവനും ദൈവമായിരിക്കുകയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളും ആവുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മകനാകുവാനോ ദൈവത്തിൻ്റെ മകളാകുവാനോ കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പഠിക്കുമ്പോൾ പിന്നെ അവൻ പിശാചിൻ്റെ മകനായി കാണപ്പെടുകയാണ്, ശത്രുവിൻ്റെ മകനായി തീരുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുവാൻ പോകുന്നതായ ആ ന്യായവിധി വളരെ കഠിനമേറിയതാണ്, വളരെ വേദനാജനകമാണ്, വളരെ ഭയാനകമാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ഒരിക്കലും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നമ്മളാരും തെറ്റിപ്പോകുവാൻ ഇടവരാതിരിക്കേണ്ടതിനും ദൈവത്തെക്കുറിച്ച് തെറ്റായി ധരിക്കാതിരിക്കേണ്ടതിനും സത്യമായതും നേരായതും ചിന്തിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നാം ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാകുന്നു എന്നും സ്തോത്രം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ സൃഷ്ടാവായ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് ഒരു മടി ഉണ്ടോ? ആത്മാവും അദൃശ്യനുമാണ് നമ്മുടെ ദൈവം. അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനാണ്. സ്തോത്രം. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ദാവീദിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയുമുണ്ട് കർത്താവ്. അത്രമാത്രം സ്തോത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവനായ ആത്മാവായ അദൃശ്യനായ ദൈവത്തിന് മാനുഷികമായി ചിന്തിക്കുന്നത് പോലുള്ള ഒരു മടിയുണ്ടോ? സാധാരണ സ്തോത്രം മുണ്ടെടുക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ഒരു മടി ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ അവൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നാം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ മടിയിൽ കുഞ്ഞുങ്ങളെയോ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക പതിവുണ്ട്. അങ്ങനെയുള്ളതായ ഒരു മാനുഷിക കാഴ്ചപ്പാടിലുള്ളതായ മടി ആണോ ദൈവത്തെ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നത്? ആത്മാവും അദൃശ്യനും
പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നവനുമായ ആ ഏക സത്യ ദൈവത്തിന് മടിയില്ല. എന്നാൽ മടിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ആ സ്തോത്രം ഉള്ളത്തിൽ, അവൻ്റെ ഹൃദയാന്തർഭാഗത്ത് ആ സ്തോത്രം അവൻ്റെ ചിന്തയിൽ, അവൻ്റെ പ്ലാനിൽ, പദ്ധതിയിൽ സ്തോത്രം രൂപം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വരുവാനിരിക്കുന്നത് കൊണ്ട്, അവനൊരു പുത്രത്വം സ്വീകരിച്ച് കടന്നു വരുവാൻ ഇടയായി തീർന്നത് കൊണ്ട്, അതിന് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവനെ ഏകജാതനായ പുത്രൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. ഏകജാതൻ എന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ സ്തോത്രം വെളിപ്പെട്ടു വന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനുമില്ല. അതാണ് ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു മാത്രമാണ് ഈ വിധത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നിട്ടുള്ളത്. സ്തോത്രം. തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യം തന്നെയാണ്. എങ്കിലും ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അതും കൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ് ഈ അവൻ? അവൻ സാക്ഷാൽ ദൈവമാണ്. ആത്മാവും അദൃശ്യനുമായ സർവശക്തനായ ഏക ദൈവം. ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ശരീരത്തിൽ അവൻ വെളിപ്പെട്ടു. ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇത് ദൈവഭക്തിയുടെ ഒരു മർമ്മമാണ്, രഹസ്യമാണ്. അത് മാനുഷിക കാഴ്ചപ്പാടുകളിൽ സ്തോത്രം ഒരു വ്യക്തിക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ എപ്പോഴും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. സ്തോത്രം. അദൃശ്യനായ അഥവാ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് 2:9 പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് നമുക്കവിടെ പഠിക്കുവാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സ്തോത്രം. ദൈവപ്രതിമയാണ് യേശു ക്രിസ്തു. സർവശക്തനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഒരു രൂപം. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ തേജസ്സിൻ്റെ സുവിശേഷമെന്നാണ്, തേജസ്സുള്ള സുവിശേഷമെന്നാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് ജനത്തിൻ്റെ ഇടയിൽ പ്രകാശിക്കാതിരിക്കാൻ അഥവാ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അഥവാ സാത്താൻ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി, സത്യം മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, കുരുടാക്കി, അവന് അന്ധമായ ചിന്തകളും വിശ്വാസങ്ങളും ദൈവത്തിൽ സ്വതന്ത്രം ബഹുത്വം കൽപ്പിക്കുകയും സത്യവചനത്തെ അർത്ഥശൂന്യമായിട്ടുള്ള നിലയിൽ സ്വതന്ത്രം മറ്റ് ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ശത്രുവാകുന്നവൻ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത് ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി, മനസ്സിനെ കുരുടാക്കി എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം ബഹുത്വമുള്ളവനാണെങ്കിൽ അവന് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം ഏകൻ തന്നെ
എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവന് മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. നാം സേവിക്കുന്നവനായ, നാം സ്നേഹിക്കുന്നവനായ, നമ്മെ സ്നേഹിക്കുന്നവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന് മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്തോത്രം ഈ അവസാന പീരീഡുകളിൽ തിരുവചനത്തിൻ്റെ സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ തെറ്റായ വ്യാജ ചിന്തകളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ പ്രാണൻ മുഴു ലോകത്തിന് ഉള്ളതിനേക്കാൾ അധികമായിട്ട് വിലയുള്ളതാണ് നമ്മുടെ പ്രാണൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിലയുള്ളതായ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനും അത് നിമിത്തമായിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അഥവാ ന്യായവിധിയിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുകയും അവൻ്റെ വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടായി ദൈവമക്കളോടായി വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ് സർവശക്തനായ ദൈവം. അവനേക്കാൾ ഉന്നതനായി മറ്റൊരുത്തനുമില്ല. അവൻ അത്യുന്നതങ്ങളിൽ വസിക്കുന്നു. ശുദ്ധ സ്തോത്രം പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും സ്തോത്രം, അവൻ സകലത്തിനും മീതെ ഉന്നതനായി ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമാണ് നാം സേവിക്കുന്നവനായ കർത്താവ്. അവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ ഞാൻ വസിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായവൻ വേറെ ആരുമില്ല. നമ്മുടെ ദൈവം സകലത്തിന്മീതെ ഉന്നതനായി സ്തോത്രം വസിക്കുന്നവനാണ്. അവൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ അവൻ വസിക്കുകയും ചെയ്യുന്നു എന്നാണ് സ്തോത്രം കാണുവാൻ കഴിയുന്നത്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുവാനും അതിനനുസരണമായിട്ട് ദൈവം മുൻപാകെ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കൊത്തവണ്ണം ജീവിതം പുലർത്തുവാനും തയ്യാറാകുന്നവരോടുകൂടെ ദൈവം കാണപ്പെടുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ ചെയ്യുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. നിഗളമെന്ന് പറയുന്നത് എല്ലാ പാപത്തെക്കാളും വലിയ പാപമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നിഗളമെന്ന പാപമാണ് ലൂസിഫറിനും അവൻ്റെ അനുയായികൾക്കും വീഴ്ച വരുവാൻ കാരണമായി തീർന്നത് എന്നും
തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരൻ, യാതൊരു കാരണവശാലും നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകുവാൻ ഇടയാകരുത്. ദൈവസന്നിധിയിൽ വളരെ മനോവിനയമുള്ളവരായി നാം കാണപ്പെടേണ്ടത് ആവശ്യമാണ്. താഴ്മയുള്ളവരെയാണ് അവൻ കടാക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നത്. നിഗളികളോട് സ്വർഗത്തിലെ ദൈവം എല്ലായ്പ്പോഴും എതിർത്തു നിൽക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വീഴ്ച സംഭവിക്കാതിരിക്കേണ്ടതിന് സ്തോത്രം, നാം വളരെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കർത്തൃസന്നിധിയിലായിരിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വായിക്കപ്പെട്ടതായ തിരുവചനങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലാണ് സ്തോത്രം നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ കർത്താവ് സ്തോത്രം ഏക സത്യദൈവമാണ്. അവനെ പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എങ്കിൽ ആ ഏക സത്യദൈവമാണ് സ്തോത്രം മനുഷ്യനെ തൻ്റെ പാപത്തിൽ നിന്നും തങ്ങളുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ രക്ഷകനായി അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. സ്തോത്രം, ആ രക്ഷകൻ ഏക രക്ഷകനാണ്. സ്തോത്രം, ആ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന യേശു ക്രിസ്തു. അല്ലാതെ മറ്റൊരു ദൈവം, സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മറ്റൊരു ദൈവമില്ല, ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അനേകരും സ്തോത്രം ദൈവത്തെ ഒന്നിലധികമായി ചിത്രീകരിച്ചുകൊണ്ട് ദൈവവചനത്തിന് ദുർബലമാകുന്ന സത്യത്തെ ദുർബലമാക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ചിന്തകൾ ഇന്ന് അധികമായിട്ട് ലോകത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പല നിലകളിലുള്ളതായ ഉപദേശങ്ങളാണ് ഓരോരോ സഭാ സംഘടനകൾ സ്തോത്രം ആ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ അടിസ്ഥാന ഉപദേശം ഇന്ന് അനേകരും തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. മാനസാന്തരത്തിന് യാതൊരു വിധമാകുന്ന പ്രാധാന്യം കൊടുക്കാതെയാണ് ഇന്ന് പലരും സ്തോത്രം സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. മാനസാന്തരം സ്തോത്രം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം, എല്ലാവരും ഒരുപോലെ സ്തോത്രം ഉണർവിനും ഉന്മേഷത്തിനും ഒക്കെ വേണ്ടിയുള്ളതായ പ്രയത്നമാണ്. അന്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതായ സ്തോത്രം ചിന്തകളിലൂടെ ഇന്നത്തെ ആത്മീയ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൻ്റെ സത്യത്തെ ഒരിക്കലും ത്യജിക്കാൻ ഇടവരാതിരിക്കേണ്ടതിന് ഓരോ പ്രിയപ്പെട്ടവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യകാലമാണല്ലോ, നമ്മുടെ നാഥൻ ഇതാ വാതിക്കലെത്തിയിരിക്കുന്നു, അവൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവനെക്കുറിച്ച് അറിയേണ്ടതുപോലെ നാം അറിയുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതറിയേണ്ട പോലെ അറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സ്തോത്രം സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കണം. ആത്മാവിൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുമുള്ളൂ. സ്തോത്രം, ആത്മാവിൽ ജനിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. മാനസാന്തരം ഇല്ലാതെ ഒരു വ്യക്തിക്കും ആത്മാവിൻ്റെ പ്രകാശം ലഭിക്കുകയില്ല. സ്തോത്രം, മാനസാന്തരപ്പെട്ട വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ സഭയ്ക്ക്, ദൈവസഭയ്ക്ക് അടിസ്ഥാനപരമായി പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശമാണ് മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ
എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് ഒരേ ഒരു മാർഗം മാത്രമേ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. അവൻ ഒന്നാമതായി മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിന് മാറ്റമുണ്ടാക്കുക, അവൻ്റെ പാപ സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ടും അവൻ ഉപേക്ഷിച്ച് ഒരു നീതിയുടെ മാർഗം തിരഞ്ഞെടുത്ത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ഒരു പൊതുമനുഷ്യനായി തീരുക എന്നുള്ളതാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തി തീർച്ചയായിട്ടും അവൻ്റെ മുൻകാല പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പേരുകൾ പറഞ്ഞ് സ്നാനപ്പെടുന്നത് കൊണ്ട് അവൻ്റെ പാപം മോചിക്കപ്പെടുന്നില്ല. അങ്ങനെ പാപം മോചിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനും കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരുവന് ലഭിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. മാനസാന്തരപ്പെട്ടവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടെ നിറവോടെ സ്തോത്രം അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഒരുവൻ പോകുന്നത്. ലോകത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ച് ഏതെങ്കിലും നിലകളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കർത്താവ് ഒരുവോളമൊക്കെ നിൽക്കാം എന്ന് ധരിച്ചു പോയാൽ ഒടുവിൽ നാം നിരാശരായി തീരേണ്ടതായിട്ട് വരും. അത് വരാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. ഇത് അന്ത്യകാലമാണ്. സാത്താൻ സകലരെയും വീഴ്ത്തുവാൻ അവൻ സകല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഉയരങ്ങളിലേക്ക് നോക്കുക. സർവശക്തനായ ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ അടിസ്ഥാനത്തിൽ നിന്ന് വേണം നമ്മുടെ പ്രവർത്തനം, ആത്മീയ ജീവിതം തുടരുവാൻ. സ്വതന്ത്രം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുന്നതല്ല. യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കണം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിൻ്റെ അടിസ്ഥാന കല്ലുകളായിരിക്കണം. ആ വിധത്തിലുള്ളതായ ഒരാത്മീയ ഗ്രഹത്തെ പണിയുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ആത്മീയ ഗ്രഹത്തിലെ വാസികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിന് നമുക്ക് സ്വതന്ത്രം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സകല സത്യവിശ്വാസികളെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇത്രത്തോളം സമയം കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവനെ സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ഇടവൻ അവസരം തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും സ്തോത്രം കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവ്വലവനായിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ സകലവിധമാകുന്ന മാനവും മഹത്വവും കരേറ്റിക്കൊണ്ടും ഇടയവനെ ബലപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അന്ത്യനാളുകളാണ്. അനേകരും തെറ്റായ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സത്യ ഉപദേശം തിരിച്ചറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അനേകായിരങ്ങളെ കർത്താവ് വിളിച്ചു വേർതിരിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വേൽക്കാലവും അല്പസമയം തിരുവചനമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ ഇടയവനെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. ഇടയവന് വേണ്ടി അവസരത്തെ ഒരുക്കി തന്ന ഗ്രൂപ്പിൻ്റെ
അഡ്മിന്മാർക്കും ബഹുമാന്യ കർത്തൃദാസന്മാർക്കെല്ലാവർക്കും എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. അനേകർക്കും വചനം പ്രയോജനമായി തീരുവാനും അന്ത്യകാലത്ത് ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും ഒരുക്കമുള്ളവരായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം. പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മഹത്വം പരിചിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.